എപ്പിസോഡ് 9 തുടങ്ങുന്നത് പാസ്റ്റ് കാണിച്ചുകൊണ്ടാണ്. മാത്യു ഹോസ്പിറ്റലിലേക്ക് ഓടി വരുന്നു. ഗുഡ് മോർണിംഗ് ക്രീം ഉപയോഗിച്ച് വയ്യാതായ പേഷ്യൻസിനെ ഒക്കെ കണ്ടപ്പോൾ അവൻ ആകെ തകർന്നുപോയി. അതിനുശേഷം ലാബില് അവനും ക്രീം ഡെവലപ്മെന്റിന് കൂടെ ഉണ്ടായിരുന്നവരും എത്തിയിട്ടുണ്ടായിരുന്നു. മാത്യു കുറ്റബോധത്തോടെ പറയുന്നത് ഇതെല്ലാം അവന്റെ തെറ്റാണെന്നാണ്. നമ്മൾ ഒന്നുകൂടി പ്രോപ്പറായി ടെസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ അവന്റെ ടീം മെമ്പർ വൂസു അപ്പൊ തന്നെ അവനെ സമാധാനിപ്പിച്ചു. ഇല്ല, ഇത് പ്രൊഡക്ഷനിൽ വന്നിട്ടുള്ള മിസ്റ്റേക്ക് ആണ്, നിന്റെ റെസിപ്പി പെർഫെക്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട്. അത് കേട്ട് മാത്യു ഫാക്ടറിയിലേക്ക് പോയി കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറയുമ്പോൾ വൂസു അവനെ തടഞ്ഞു. വൂസു ഇത് ഡീൽ ചെയ്തോളാം എന്ന് പറഞ്ഞു. വീട്ടിലെത്തിയിട്ടും മാത്യുവിനൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. എന്തായിന്ന് അറിയാൻ അവൻ വൂസുവിന് മെസ്സേജ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഒരു റിപ്ലൈ ഉണ്ടായിരുന്നില്ല. മാത്യു ടെൻഷനായി വൂസുവിന്റെ വീട്ടിൽ പോയി നോക്കുമ്പോൾ അവൻ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യത്തില് പണത്തിന് വേണ്ടിയിട്ട് റോ മെറ്റീരിയൽസ് മാറ്റിയത് വൂസു ആയിരുന്നു. ക്രീമിന്റെ ടെസ്റ്റ് റിസൾട്ട്സ് എല്ലാം ഫാബ്രിക്കേറ്റഡ് ആയിരുന്നു. അവരെ എല്ലാം വൂസു ചതിക്കുമായിരുന്നു. ഇപ്പോ പ്രസന്റിലേക്ക് വരുമ്പോൾ ഈ ഓർമ്മകളൊക്കെ മാത്യുവിനെ വീണ്ടും വീണ്ടും ഹോണ്ട് ചെയ്തുകൊണ്ടിരുന്നു. മറ്റൊരു വശത്ത് ഏജൻ അവളുടെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. റൂമിൽ കയറി സാധനങ്ങളൊക്കെ അൺപാക്ക് ചെയ്യുമ്പോൾ അവള് മാത്യുവിനൊപ്പം വായിച്ചിരുന്ന ആ പുസ്തകം കണ്ടു. അപ്പോഴാണ് അച്ഛൻ ഫുഡ് കൊണ്ട് അവിടേക്ക് വന്നത്. അച്ഛൻ അവൾ ഓക്കെ ആണോ എന്ന് ചോദിച്ചു. ഏജൻ പെട്ടെന്ന് അച്ഛനോട് ചോദിക്കുന്നത്, എല്ലാവർക്കും ഞാനൊരു ബുദ്ധിമുട്ടാണോ? ഞാൻ സ്നേഹിക്കുന്നവരെല്ലാം എന്നെ വിട്ടു പോവാണല്ലോ. അത് പറഞ്ഞ് അവൾ റൂമിലേക്ക് പോയി. ആ രാത്രി ഗുഡ് മോർണിംഗ് ക്രീം കാരണം വയ്യാതായ ആളുകളുടെ മുഖമൊക്കെ ഏജൻ സ്വപ്നത്തിൽ കണ്ടുകൊണ്ടിരുന്നു. അതേസമയം മാത്യുവും ആ ഓർമ്മകളിൽ നിന്ന് ഞെട്ടി ഉണരുന്നുണ്ട്. ഉറങ്ങാൻ സാധിക്കാതെ അവൻ സ്ലീപ്പിംഗ് പിൽസ് എടുത്തിട്ടാണ് അന്ന് ഉറങ്ങിയത്. അടുത്ത ദിവസം മാത്യു മഷ്റൂം ഫാമിൽ നിൽക്കായിരുന്നു. അപ്പോൾ വില്ലേജേഴ്സ് വന്നിട്ട് ഏജൻ അവർക്ക് വലിയൊരു TV ഗിഫ്റ്റായിട്ട് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്നപ്പോൾ അവൾ ഒരുപാട് ഹാപ്പി ആയിരുന്നു. എല്ലാത്തിനും താങ്ക്സ് എന്ന് പറഞ്ഞു ഒരു നോട്ടും അതിലുണ്ടായിരുന്നു. ഇനിയിപ്പോ ഏജന്റെ ബ്രോഡ്കാസ്റ്റ് എല്ലാം അവർക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കാണാമല്ലോ എന്ന് പറയുമ്പോഴും മാത്യു ഒന്നും പറയാതെ അവിടുന്ന് പോയി. ഏജന്റ് കമ്പനിയിലേക്ക് തിരികെ ജോയിൻ ചെയ്തു. വീണ്ടും പഴയ പോലെ അവളുടെ വർക്കഹോളിക് ലൈഫിലേക്ക് വന്നു. അതേസമയം എറിക് കമ്പനിയിലേക്ക് വരുമ്പോൾ സെക്രട്ടറി അവന്റെ സാധനങ്ങൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മിഷേലും അവിടെ ഉണ്ടായിരുന്നു. എറിക്കിനെ ഡിസ്മിസ് ചെയ്യാനുള്ള പ്രൊപ്പോസൽ അപ്രൂവ് ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കാണിക്കുന്നത് യേജുന്റെ അച്ഛൻ അവളുടെ അമ്മയെ പോയി കണ്ട് യേജുൻ ഒരുപാട് വിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അവരോട് യേജുനോടൊന്ന് സംസാരിക്കാൻ പറയുന്നതാണ്. പക്ഷെ അവരതിന് തയ്യാറായിരുന്നില്ല. അച്ഛൻ പറയുന്നുണ്ട്, 5 വർഷം മുന്നേ നടന്നതെല്ലാം മനസ്സിൽ വെച്ചാണ് നീ ഇങ്ങനെ പെരുമാറുന്നതെങ്കിൽ നിനക്കറിയാം അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന്. ഒന്നുകൂടെ ആലോചിക്കാൻ പറഞ്ഞിട്ട് അച്ഛൻ പോയി. ഒരു ദിവസം രാത്രി യേജുൻ മാത്യുവിനെ ഉറക്കത്തിൽ ഫോൺ ചെയ്തു. അവനെ അമ്മയാണെന്ന് വിചാരിച്ച് യേജുൻ സംസാരിക്കാൻ തുടങ്ങി. അവൾ സംസാരിക്കുന്നത് മാത്യുവിനെ കുറിച്ചാണ്. കമ്പനിയിൽ തിരിച്ചു കയറി ജോലിയിൽ ബിസിയായ അവനെ മറക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ കഴിയുന്നില്ല. ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നത് അവൻ പറഞ്ഞതുപോലെ ഒന്നും റിയൽ ആയിരുന്നില്ലേ? കേൾക്കുന്ന എന്നേക്കാൾ കൂടുതൽ അവന് നല്ല പെയിനുള്ള പോലെയാണ് എനിക്ക് തോന്നിയത്. അവന്റെ മനസ്സിൽ ശരിക്കും എന്താണ് നടക്കുന്നതെന്ന് അറിയണമെന്നുണ്ടെന്ന് യേജൻ പറഞ്ഞു. ഇതിനിടെ എറിക് ഒരു രഹസ്യ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. മൈക്രോബ്സ് എസെൻസിൽ ആഡ് ചെയ്യാൻ ഓർഡർ ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിക്കാനായിരുന്നു അത്. എറിക്കിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സെക്രട്ടറി ഉണ്ടായിരുന്നു. എറിക്ക് പുതിയ ഫ്ലാറ്റിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. പാസ്വേഡ് യൂസ് ചെയ്ത് ഡോർ ഓപ്പൺ ചെയ്യാൻ നോക്കി ഇൻകറക്റ്റ് ആയി. അലാം അടിക്കാൻ തുടങ്ങിയപ്പോഴാണ് യേജൻ അങ്ങോട്ട് വരുന്നത്. തൊട്ടടുത്ത ഫ്ലാറ്റിലായിരുന്നു യേജൻ താമസിക്കുന്നത്. യേജൻ അവനെ ഹെൽപ്പ് ചെയ്തു. എന്നിട്ട് രണ്ടാളും ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോയി. അതേസമയം മാത്യുവിന്റെ കസ്റ്റമേഴ്സ് എല്ലാവരും ഒരുമിച്ച് കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തു. ലൈറ്റ് 12 സപ്ലൈ ചെയ്യില്ല എന്ന് മാത്യു പറഞ്ഞതുകൊണ്ട് മിഷേൽ ആയിരുന്നു ഇതിന് പിന്നില്. ഹോങ്കോങ്ങിൽ നിന്ന് ഒരു പുതിയ ബയ്യർ ഉണ്ട്. പക്ഷെ അവർക്ക് മാത്യുവിനെ നേരിട്ട് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ബയ്യറായിട്ട് മീറ്റിംഗ് നടക്കുമ്പോഴാണ് യേജൻ മാത്യുവിനെ കാണുന്നത്. കണ്ടെങ്കിലും രണ്ടുപേരും ഒന്നും സംസാരിക്കാതെ നടന്നുപോയി. അന്ന് രാത്രി യേജൻ മാത്യുവിന് ഒരു വോയിസ് മെസ്സേജ് അയച്ചു. നീ എല്ലാം അവസാനിപ്പിച്ചെങ്കിലും എനിക്ക് ഇനിയും പറയാൻ ബാക്കിയുണ്ടെന്ന് പറഞ്ഞിട്ട്. ആ മെസ്സേജ് അയച്ചത് മാത്യു അവൾക്ക് മുന്നു കൊടുത്ത നമ്പറിലായിരുന്നു. അത് ശരിക്കും ഫാമിലെ കാങ്മോയുടെ നമ്പർ ആയിരുന്നു. മാത്യുവിന്റെ ഒറിജിനൽ നമ്പർ യേജൻ അമ്മ എന്ന് പറഞ്ഞാണല്ലോ സേവ് ചെയ്തിരുന്നത്. ഈ മെസ്സേജ് വരുമ്പോ കാങ്മോ യേജനെ വിളിച്ച് ഇത് അവന്റെ നമ്പർ ആണെന്ന് പറഞ്ഞു. മാത്യുവിന്റെ നമ്പർ അയച്ചു കൊടുത്തു. അപ്പോഴാണ് യേജന് മനസ്സിലാവുന്നത് രാത്രികളിൽ അമ്മയാണെന്ന് കരുതി അവള് വിളിച്ചിരുന്നത് മാത്യുവിനെ ആണെന്ന്. അവൾ എല്ലാ കോൾ റെക്കോർഡിങ്ങുകളും കേട്ടു. അതിൽ അവസാനത്തെ കോളില് അവന്റെ മനസ്സിൽ ശരിക്കും എന്താണെന്ന് അറിയണമെന്ന് പറഞ്ഞതിന് മാത്യു മറുപടി പറയുന്നത് കേട്ട് അവൾ കരയാൻ തുടങ്ങി. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നീ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു എന്നും അവൻ അതിൽ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം യേജൻ അവനെ വിളിച്ച് പാർക്കിലേക്ക് വരാൻ പറഞ്ഞു. യേജൻ ഉറക്കത്തിൽ നടക്കുകയാണെന്ന് വിചാരിച്ച് മാത്യു പേടിച്ച് അങ്ങോട്ട് ഓടി വന്നു. യേജൻ ഓക്കെ ആണെന്ന് കണ്ട് അവൻ അവിടുന്ന് പോവാൻ തുടങ്ങി. അപ്പൊ യേജൻ അവനെ തടഞ്ഞു നിർത്തിയിട്ട് ഇന്നലെ അവൻ സംസാരിച്ചതിന്റെ റെക്കോർഡിംഗ് അവള് കേട്ടു എന്ന് പറഞ്ഞു. മാത്യു ഒരുപാട് വിഷമത്തോടെ പറഞ്ഞു,
ഞാൻ കാരണമാണ് ആ ഒരു ഇഷ്യൂ നിനക്ക് ഉണ്ടായത്. യജിൻ അവനെ ഹഗ് ചെയ്തുകൊണ്ട് പറഞ്ഞു. എന്നെ ഒറ്റയ്ക്കാക്കാതിരിക്കാനല്ലേ നീ എന്റെ കോൾസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ എനിക്ക് നിന്നെയും ഒറ്റപ്പെടുത്താൻ കഴിയില്ല. എന്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതിയെന്ന് യജിൻ പറഞ്ഞു. അവരങ്ങനെ വീണ്ടും ഒന്നിച്ചു. അടുത്ത ദിവസം ഡീൽ സൈൻ ചെയ്യാൻ മുന്നത്തെ ദിവസം കണ്ട ക്ലയന്റിനെ കാണാൻ വന്നതായിരുന്നു മാത്യു. പക്ഷേ സമയമായിട്ടും ക്ലയന്റ് വന്നില്ല. അവിടേക്ക് മിഷേലാണ് വന്നത്. ലേറ്റ് വെല്ലായി കോൺട്രാക്ട് സൈൻ ചെയ്യണമെന്ന് മിഷേൽ ആവശ്യപ്പെട്ടു. മാത്യു അതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ലേറ്റ് വെല്ലായിട്ട് നിങ്ങൾ സൈൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ആരുമായിട്ടും ബിസിനസ് ചെയ്യാൻ പറ്റില്ല എന്ന് ഭീഷണിയായിട്ട് കോൺട്രാക്ട് കൊടുത്ത് അഹങ്കാരത്തോടെ മിഷേൽ അവിടുന്ന് പോയി. മാത്യു വേറെ ബയേഴ്സിനെ കിട്ടാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവന്റെ ഒപ്പം മുന്നേ റിസർച്ചിന് ഒരുമിച്ചുണ്ടായിരുന്ന ചാങ്ഹോ അങ്ങോട്ട് വരുന്നത്. ചാങ്ഹോയ്ക്ക് അവരുമായിട്ട് ബിസിനസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ചാങ്ഹോ ഇപ്പോൾ ഒരു ഗ്രോയിങ് ബ്യൂട്ടി ബ്രാൻഡിന്റെ CEO ആണ്. പിന്നീട് യജിൻ വീട്ടിലെത്തുമ്പോൾ മാത്യു അവിടെ അവളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരൊരുമിച്ച് ഡിന്നർ കഴിക്കാൻ പോകാൻ നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് എറിക് വരുന്നത്. അപ്പോഴാണ് മാത്യു അറിയുന്നത് എറിക് ഇങ്ങോട്ട് മാറിയ കാര്യം. മാത്യുവിനെ ജലസാക്കാൻ എറിക് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് യജിന്റെ തൊട്ടടുത്ത ഫ്ലാറ്റിലാണ് അവൻ സ്റ്റേ ചെയ്യണമെന്ന്. അത് കേട്ട മാത്യുവിന്റെ സമാധാനം പോയി കിട്ടി. വീട്ടിലെത്തിയിട്ടും അവൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് എറിക്കിനെ കുറിച്ചായിരുന്നു. എങ്ങാനും ഫുഡ് എക്സ്ട്രാ വരുമ്പോൾ അത് ഷെയർ ചെയ്യാൻ യജിൻ എറിക്കിനെ വിളിച്ചാലോ, യജിന്റെ ഫ്ലാറ്റിൽ കോക്രോച്ച് എങ്ങാനും വന്നാൽ ഹെൽപ്പ് ചെയ്യാൻ എറിക്ക് വന്നാലോ, കറണ്ട് പോയാൽ മെഴുകുതിരി കൊണ്ട് അവൻ വരുമോ, ഇതൊക്കെയായിരുന്നു മാത്യുവിന്റെ പേടി. യജിൻ തിരിച്ചു വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ബ്രോഡ്കാസ്റ്റ് ഒരു ഹോട്ടലിന്റെ ടൂർ പാക്കേജസ് ആയിരുന്നു. മാത്യു കുറേ പാക്കേജസ് അന്ന് ബൾക്കായിട്ട് വാങ്ങിച്ചു. ഇതറിഞ്ഞ യജിൻ അവനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഇതുപോലെ കുറേ ബ്രോഡ്കാസ്റ്റ് ചെയ്യും, അതൊക്കെ വാങ്ങിക്കാനാണോ പ്ലാൻ എന്ന്. എൻ്റെ അടുത്ത് കുറേ ക്യാഷ് ഉണ്ടെന്നാണ് മാത്യു അതിന് മറുപടി പറയുന്നത്. അവര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യജിൻ പറയുന്നുണ്ട് തിരിച്ച് സിയോളിലോട്ട് വന്നതിൽ പിന്നെ അവൾക്ക് ശരിക്കും ഉറങ്ങാൻ പറ്റണില്ല എന്ന്. ചിലപ്പോ വില്ലേജിലെ നല്ല വെള്ളവും എയറും ഒക്കെ കാരണമായിരിക്കും എനിക്ക് അവിടെ നന്നായി ഉറങ്ങാൻ പറ്റിയിരുന്നേ. ഇപ്പൊ ഞാൻ ഒരുപാട് ബെറ്റർ ആണെങ്കിലും ചിലപ്പോ ഞാൻ ഒറ്റയ്ക്ക് ആയോണ്ടാവും എന്നും യജിൻ പറഞ്ഞു. കോള് കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ബാഗ് പാക്ക് ചെയ്ത് മാത്യു ഫ്ലാറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെയാണ് എപ്പിസോഡ് 9 അവസാനിക്കുന്നത്. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം ഒന്ന് പരിഗണിക്കണേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.